ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടില്ലാത്തതായ ഒരു പുതിയ ദിവസം നമുക്ക് കർത്താവ് ദാനമായിട്ട് നൽകി. നമുക്ക് ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉണരുവാൻ ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ട്. ഭാരമില്ലാത്തവരായി ലോകത്തിൽ ആരുമില്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ നമ്മോട് പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും സ്വയം വഹിച്ച് ക്ഷീണിച്ചവരാണ് നാം പലരും. ഒരു 10-60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പണ്ടുകാലത്ത് ഭാരമുള്ള സാധനങ്ങൾ തലച്ചുമടായിട്ട് ചുമന്നുകൊണ്ട് വേണമായിരുന്നു കിലോമീറ്ററുകൾ പോകേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ആ തലച്ചുമട് ഒന്ന് ഇറക്കി വെച്ച് അല്പസമയം വിശ്രമിക്കുവാൻ വേണ്ടിയാണ് പാതയോരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ, സത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതിനോട് ചേർന്ന് ആരുടെയും സഹായമില്ലാതെ തന്നെ തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന തലച്ചുമടായ വസ്തുക്കൾ ഒരു ചുമടുതാങ്ങിയിൽ ഇറക്കി വയ്ക്കുവാൻ തക്കവണ്ണം വലിയ കരിങ്കൽ പാളി കൊണ്ട് ചുമടുതാങ്ങിയും അതിനോട് ചേർന്ന് നിർമ്മിച്ചിരുന്നു. അതൊക്കെ ഒന്ന് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളായി തീർന്നിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയോട് അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്കത് അറിയുകയില്ല. കാരണം അവർ കാണുന്നതെല്ലാം മോട്ടോർ വാഹനങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതും വരുന്നതുമാണ്. അത്യാവശ്യം ഒരു 2 വീലർ പോലും ഇല്ലാത്ത ആരെങ്കിലും വളരെ ചുരുക്കമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനം കൊണ്ടുപോകുന്നതെല്ലാം വാഹനങ്ങളിലായതുകൊണ്ട് ആർക്കും ഇന്നത്തെ കാലത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേടില്ല. എന്നാൽ അങ്ങനെ പുറമേ കാണുന്ന ചുമടുകൾ മനുഷ്യരാരും ചുമക്കുന്നില്ല എങ്കിലും അകമേ വലിയ ഭാരം ചുമക്കുന്നവരാണ് മിക്കവാറും എല്ലാവരും. ആ ഭാരങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. കടഭാരങ്ങൾ, രോഗങ്ങൾ, മറ്റുള്ള ആകുല ചിന്തകൾ, കുടുംബം പുലർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, മക്കളെ പഠിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, മക്കളുടെ വിദ്യാഭ്യാസം നടത്തി അവർക്ക് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ട ബുദ്ധിമുട്ടുകൾ, ഭാവി സംബന്ധമായ കാര്യങ്ങൾ, സ്വന്തമായി കയറി കിടക്കുവാനൊരു വീട് തുടങ്ങി മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ധാരാളമാണ്. അതെല്ലാം ഭാരമായി ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. സംവിധാനങ്ങളേറെ ഉണ്ട്, ഗവൺമെൻറ്റുകൾ ധാരാളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും പര്യാപ്തമായ നിലകളിൽ വ്യക്തികളുടെ ഭാരങ്ങൾ ലഘൂകരിക്കുവാൻ പോകുന്നതല്ല. എന്നാൽ ഇതാ, ജീവിതത്തിൽ ഭാരം വഹിച്ചുകൊണ്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ വചനം കർത്താവ് പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇപ്പോൾ നാം ചിന്തിച്ചതായ ഈ ഭാരങ്ങളൊന്നും
നമ്മുടെ മറ്റുള്ള കൂട്ടു സഹോദരങ്ങൾക്ക്, കുടുംബക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതർക്ക് ഒന്നും പരിഹരിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതൊക്കെ നമ്മൾ തന്നെ വഹിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാൽ ഇതാ, ഒരു ചുമട് താങ്ങിയെ പോലെ നമ്മുടെ ഭാരങ്ങൾ വഹിക്കാം, നമുക്ക് ആശ്വാസം തരാമെന്ന് ഇങ്ങോട്ട് നമ്മുടെ കർത്താവ് പറയുകയാണ്. സ്തോത്രം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാരം അവൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്, നാളെക്കുറിച്ചുള്ള ചിന്തയാണ്. അതൊക്കെ ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തുവാൻ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളെ സഹായിക്കും. നാം എത്ര ചിന്തിച്ചാലും ഇതിനൊന്നും പരിഹാരം വരാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം വരും. നിങ്ങൾക്കധികം പ്രയാസമുള്ളവ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, അത് ഞാൻ പരിഹരിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയും നിങ്ങളാരും ഈ ചുമട് ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടെങ്കിൽ ഈ ചുമടുകൾ കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് ഇറക്കി വെക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. അത് പത്രോസ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് പത്രോസ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇനിയും നാം ഈ ഭാരം ചുമന്നുകൊണ്ട് എത്ര നാൾ മുൻപോട്ട് പോകും? അതുകൊണ്ട് ഇന്നു തന്നെ ഈ ഭാരമെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് ഇറക്കി വെച്ച് ശിഷ്ടമുള്ള ജീവിതം സമാധാനത്തോടും സന്തോഷത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് കൃത്യമായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആഗ്രഹവും അതുതന്നെയാണ്, ഞങ്ങളുടെ ആഗ്രഹവും അതുതന്നെയാണ്. പൂർണ്ണമായിട്ടും തുടർന്നുള്ള ജീവിതത്തിൽ ഒരു ആശ്വാസം ഉണ്ടാകുവാൻ, ഒരു സമാധാനം ഉണ്ടാകുവാൻ, ഒരു സ്വസ്ഥത ഉണ്ടാകുവാൻ ഇത് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. ഈ വചനം ഏറ്റെടുക്കുക, ഈ വചനം വിശ്വസിക്കുക. കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു മറുപടി നിശ്ചയമായി ലഭിക്കും. കർത്താവ് നിങ്ങളെ സമാധാനിപ്പിക്കും. ഹല്ലേലൂയ. ഈ ദിവസം ഞങ്ങൾക്ക് ഈ മെസ്സേജുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ അവസരം ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.